ഹലോ മക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജുബോട്ട്. എജുബോട്ടിന്റെ +2 ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ബാച്ചിൽ പഠിക്കുന്ന നിങ്ങൾ ഇനി മുതൽ പഠിക്കേണ്ട ചോദ്യങ്ങൾ, അതായത് നിങ്ങളുടെ മോഡൽ എക്സാം വരാൻ പോവാണ്. ഈ പറഞ്ഞ ഫെബ്രുവരി നിങ്ങളുടെ മോഡൽ എക്സാം അല്ലേ? ഫെബ്രുവരി നിങ്ങൾക്ക് മോഡൽ എക്സാം തുടങ്ങും. അപ്പോൾ ഫെബ്രുവരി 16 മുതൽ തുടങ്ങുന്ന ഈ മോഡൽ എക്സാമിന് പോലും ഇനി നിങ്ങൾ പഠിക്കേണ്ട ചോദ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപക്ഷേ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കാം, ഇല്ലെങ്കിൽ അറിയില്ലെങ്കിൽ ഈ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് എന്ന കാര്യമാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മോഡൽ എക്സാമിനും ഫൈനൽ എക്സാമിനും പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം, പരീക്ഷയ്ക്ക് ഷുവറായിട്ട് 2 മാർക്കാണ് മിനിമം വരുന്നത്. പക്ഷേ 2 അല്ല, മാക്സിമം എന്ത് ചെയ്യാം, ഒരു 4 മാർക്ക് വരെ നിങ്ങൾക്ക് ഈ ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ ചോദ്യം എന്താണെന്ന് ഞാൻ കാണിച്ചു നോക്കോളൂ. A fruit seller sells 500 kilogram of grapes at market price of 40 rupees. ഓക്കെ, അപ്പോൾ സെല്ലറുടെ കാര്യം തന്നെയാണ് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം സെല്ലർ. ഓക്കെ, സെല്ലർ എന്ന് പറഞ്ഞാൽ എന്താണ്? അയാൾ സപ്ലൈ ചെയ്യുന്ന ആളാണ് അല്ലേ? അപ്പോൾ ഇവിടെ സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരിക്കും നമ്മൾ ആദ്യമേ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സപ്ലൈ ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ആദ്യമേ നമ്മൾ ഫൈനൽ ചെയ്യുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ പറഞ്ഞ സാധനത്തിന്റെ വില എന്ത് ചെയ്യുന്നു? വെൻ പ്രൈസ് ഇൻക്രീസസ്, വില കൂടുന്നു അഥവാ പ്രൈസ് കൂടുന്നു അല്ലേ? അപ്പോൾ പ്രൈസ് കൂടുന്ന ഒരു കേസ് ഇവിടെ പറയുന്നുണ്ട്. വില കൂടുമ്പോൾ 50 രൂപയായിട്ടാണ് വില കൂടുന്നത് അല്ലേ? ആ സമയത്ത് അയാൾ വിൽക്കുന്നതിനാണ് 750 കിലോഗ്രാം ആണ്. ഇപ്പൊ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടി. എന്തൊക്കെയാണ്? വേറെ ഒന്നുമല്ല, ആദ്യം ഉണ്ടായിരുന്ന പ്രൈസ് P1 എന്ന് പറയുന്നത് 40 രൂപ. ആ സമയത്ത് അയാൾ വിറ്റത് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ Q1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 600 ഉണ്ടായിരുന്നു. ദെൻ ഇപ്പോൾ അയാൾ വിൽക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ പുതിയ പ്രൈസ് P2 എന്ന് പറയുന്നത് 50 രൂപ. അപ്പോൾ അയാൾ വിൽക്കുന്നത് ക്വാണ്ടിറ്റി 2 എന്ന് പറയുന്നത് എത്രയാണ്? 750. ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട സംഭവം കണ്ടുപിടിക്കേണ്ടത് വളരെ ഈസിയാണ്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. അപ്പോൾ ആ ചോദ്യം വായിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് ചോദിച്ചിരിക്കുന്നത് മനസ്സിലാക്കാം. അപ്പോൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ കണ്ടുപിടിക്കാനുള്ള ചോദ്യം ഇനി മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രധാനത്തിന്റെ വില ഇലാസ്തികത കണക്കാക്കുന്ന ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനാദ്യമേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് 2 തരം ഇലാസ്റ്റിസിറ്റിയെ പഠിക്കാനുള്ളൂ. ഒന്നുകിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വെച്ചിട്ടുള്ള സംഗതി പഠിക്കാനുണ്ട്. രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ളതാണ് ഈ പറഞ്ഞ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ അഥവാ സപ്ലൈ വെച്ചിട്ടുള്ളതാണ് പഠിക്കാനുള്ളത്. നിങ്ങളുടെ ഏറ്റവും ഭാഗ്യമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടിനും കൂടി ഒരു സെയിം ഇക്വേഷൻ തന്നെയാണ്, വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈക്ക് സാധാരണ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ഇക്വേഷൻ എന്താ? ഇങ്ങനെയായിരിക്കും. പക്ഷേ ഇത് വെച്ച് നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് കിട്ടിയ പ്രൈസിന് ആദ്യം എഴുതുക. അതിന് ഞാൻ ആദ്യത്തെ പ്രൈസിനെ P1 എന്ന് അഥവാ 40 രൂപ എന്ന് എഴുതി. അതുപോലെ P2 അതിന് ഞാൻ എന്ത് എഴുതി? പുതിയ പ്രൈസ് 50 രൂപ എന്ന് എഴുതി. ഇനി അതേപോലെ നമ്മുടെ ഫസ്റ്റ് ക്വാണ്ടിറ്റിയെ ഞാൻ Q1 അഥവാ 600 കിലോ ആയിരുന്നു അല്ലേ? അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ രണ്ടാമത്തെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 750 കിലോഗ്രാം ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാദ്യം നമ്മൾ എഴുതി വെക്കാം. എന്നിട്ട് നമുക്കിവിടെ സോൾവ് ചെയ്യാൻ പറ്റിയ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ്റെ പേരാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഈക്വൽ ടു ഡെൽറ്റ Q ഡിവൈഡ് ബൈ ഡെൽറ്റ P ഇൻറ്റു P/Q എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് വെച്ച് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് ഒന്ന് എഴുതിക്കാം. ആദ്യം ഡെൽറ്റ P എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഡെൽറ്റ P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസുകൾ തമ്മിലുള്ള വ്യത്യാസം അഥവാ P2ഉം P1ഉം തമ്മിലുള്ള വ്യത്യാസം എത്ര വരിക? 50 - 40 നമുക്ക് എത്ര പറയാം? 10 എന്ന് പറയാം അല്ലേ? ഇനി അതേപോലെ ഡെൽറ്റ Q എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ Q എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റികൾ തമ്മിലുള്ള വ്യത്യാസം അഥവാ Q2 - Q1 നമ്മൾ ചെയ്ത് നോക്കാം. അപ്പോൾ Q2 എന്ന് പറഞ്ഞാൽ 750 ആണ്, Q1 എന്ന് പറഞ്ഞാൽ 600 ആണ്. എത്ര ഉത്തരം വരിക? 150 എന്ന് നമുക്ക് കിട്ടും അല്ലേ? അപ്പോൾ ഈ 2 വ്യത്യാസങ്ങൾ കിട്ടി. ഇനി എന്താണ് ഈ Pയും Qയും നമുക്കറിയാം അല്ലേ? നമ്മൾ ആക്ച്വലി ഈ P1നെ തന്നെയാണ് എന്ത് പറയുക? P എന്ന് പറയുക, അത് എത്രയാണ്? 40 ആണ്. ആൻഡ് Q1നെ തന്നെയാണ് നമ്മൾ എന്ത് പറയുക? Q എന്ന് പറയുക, അത് എത്രയാണ്? 600 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇക്വേഷനിലേക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി, വേറൊരു ടെൻഷനും നമുക്ക് വേണ്ട. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതാണ്. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഈക്വൽ ടു ഡെൽറ്റ Q ഡിവൈഡ് ബൈ ഡെൽറ്റ P ഇൻറ്റു P/Q എന്നാണ് നമ്മുടെ ഇക്വേഷൻ വരിക അല്ലേ? അപ്പോൾ ഇത് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂസ് ഒന്ന് എഴുതി വെക്കാം. ഡെൽറ്റ Qൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടി. എത്രയാണ് ക്വാണ്ടിറ്റിയിലെ വ്യത്യാസം? ക്വാണ്ടിറ്റിയിലെ വ്യത്യാസം 150, പ്രൈസിലെ വ്യത്യാസം 10. ആദ്യം നമ്മൾ ആ വാല്യൂസ് എഴുതാണ് വേണ്ടത്. അപ്പോൾ 150 ഡിവൈഡ് ബൈ 10 ഇൻറ്റു P/Q. Pൻ്റെ വാല്യൂ നമുക്കറിയാം, ഫസ്റ്റ് പ്രൈസ് 40 ആയിരുന്നു അല്ലേ? ഡിവൈഡ് ബൈ ഫസ്റ്റ് ക്വാണ്ടിറ്റി 600 ആയിരുന്നു. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്ത് ഈസി ആയിട്ട് കിട്ടും. 150 × 40 നമുക്ക് വേണമെങ്കിൽ വെട്ടൊക്കെ ചെയ്യട്ടോ, വെട്ട് കാൽക്കുലേറ്ററൊക്കെ ചേർത്താക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും എക്സാമിന് പോകുമ്പോൾ കാൽക്കുലേറ്റർ ഉണ്ടോ? എൻ്റെ കയ്യിൽ ഇപ്പോൾ കാൽക്കുലേറ്റർ നിലവില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? മൊബൈലിലാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ കാൽക്കുലേറ്ററായിട്ട് പരീക്ഷ ഹാളിൽ പോകണം, കാരണം പരീക്ഷയ്ക്ക് നമുക്ക് വരും. ഓക്കെ, അപ്പോൾ 150 ഡിവൈഡ് ബൈ 10 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 15 എന്ന് കിട്ടും അല്ലേ? ഇനി 40 ഡിവൈഡ് ബൈ 600 നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം, ഏത് മെത്തേഡിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നോർമലി നമുക്ക് വേണമെങ്കിൽ ഇതിനെ വെട്ടി ചെറുതാക്കാം. ഓക്കെ, 15നെയും 10നെയും വെറുതാക്കാൻ നമുക്ക് കിട്ടും 15 എന്ന് കിട്ടും. ഓക്കെ, ഇനി അങ്ങനെയല്ല നിങ്ങൾ വെട്ടുന്നത് മറ്റൊരു രീതിയിലാണെങ്കിൽ 150ഉം 600ഉം വെട്ടിപ്പോവാം അല്ലേ? 150 ഒരു തവണ, 600ൽ 4 തവണ 150 ചേർന്ന് 600 ആയി മാറി. അപ്പോൾ നമ്മുടെ ഉത്തരം തരിക 1/10 ഇൻറ്റു
40/4 എന്ന് വരും അല്ലേ. അതിൻ്റെ ഉത്തരം എത്ര വരിക? ഈ പറഞ്ഞ 1 × 40 വരുമ്പോൾ 40/10 × 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 എന്ന് കിട്ടും. ഓക്കെ, നമ്മുടെ ആൻസർ വരുന്നത് 1 ആയിരിക്കും. ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂ 1 ആയിരിക്കും. ഇനി സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, 150/10 എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉത്തരത്തിൽ കിട്ടും. ഈ പറഞ്ഞ രീതി ചെയ്യുകയാണെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഈക്വൽ ടു 150/10 × 40/600 ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉത്തരം 15 × 40/600 40/600 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുക 0.066 എന്നാണ് കിട്ടുക അല്ലേ. അതിനെ നമ്മൾ 15 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര വാല്യൂ കിട്ടുക? 1 എന്നാണ് വാല്യൂ കിട്ടുക. ഓക്കെ, അപ്പോൾ രണ്ട് രീതി ചെയ്താലും വാല്യൂ കിട്ടും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ കിട്ടിയ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഈക്വൽ ടു 1 ആണ്. അതിൻ്റെ അർത്ഥം ഇത് ഏത് തരം ഇലാസ്റ്റിസിറ്റിയാണ്? നമുക്ക് പറയാം ഇത് യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി ആണെന്ന് പറയാം അല്ലേ. അപ്പോൾ യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ ആണ് അവിടെ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസിൽ എത്രയാണോ ചേഞ്ച് ഉണ്ടാകുന്നത് അതേ പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ചേഞ്ച് അവിടെ ഉണ്ടാവും, ക്വാണ്ടിറ്റിയിലും ഉണ്ടാകും എന്നുള്ള കാര്യം നിങ്ങളിവിടെ മനസ്സിലാക്കാം. ഈ ഒരു രീതിയിലാണ് ഈ ചോദ്യം ചെയ്തു പോകേണ്ടത്. ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ട് നിങ്ങൾ പഠിക്കണം. കാരണം പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാം, ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം നിങ്ങൾക്ക് വരാം. അപ്പോൾ നോക്കി 2 മാർക്കിൻ്റെ ചോദ്യമാണ് നമുക്കിവിടെ വാല്യൂ കിട്ടി. പക്ഷേ ഇനി മുതൽ ഇത് 2 മാർക്കല്ല, 2ൽ കൂടുതൽ മാർക്കുള്ള ചോദ്യമായിട്ട് വരാം. കാരണം ഇപ്പം നമ്മൾ കണ്ട ചോദ്യം എന്ന് പറഞ്ഞാൽ 2015 ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. 2015 അഥവാ ഒരു 11 വർഷം മുമ്പുള്ള ക്വസ്റ്റ്യൻ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നത്. പക്ഷേ വർഷം എത്ര കഴിഞ്ഞാലും എക്കണോമിക്സിലെ ചോദ്യങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഡീപ്പായിട്ടുള്ള കണ്ടന്റുകൾക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല. ഈ വർഷങ്ങൾ മാത്രമേ മാറുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. ഈ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ഇനിയും ആവർത്തിച്ച് വരും. അപ്പോൾ ഈ ചോദ്യം എന്ത് ചെയ്യണം, എൻ്റെ മക്കൾ എല്ലാവരും ചെയ്ത് പഠിക്കും. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുബോർഡ്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.